പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC കഴിഞ്ഞ് +1 സയൻസ് കോഴ്സ് എടുത്ത് പഠിക്കാൻ തയ്യാറായിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ബോട്ടണി എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ബോട്ടണി എന്ന് പറയുന്നത് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വളരെ ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിഷയമുണ്ടായിരുന്നു, ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം. ആ ബയോളജിയെ നമ്മൾ +1 ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2 മേഖലകളായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാണ് ബോട്ടണിയും മറ്റൊന്ന് സുവോളജി. ബോട്ടണി എന്ന് പറയുന്നത് സസ്യശാസ്ത്രവും അതുപോലെ തന്നെ സുവോളജി എന്ന് പറയുന്നത് ജന്തുശാസ്ത്രവും. ഈ 2 മേഖലകളായിട്ടാണ് പൊതുവേ നമ്മൾ +1 ക്ലാസ്സുകളിലേക്ക് +1 സയൻസിനെ ബയോളജി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പൊതുവേ ബയോളജിയിൽ അതായത് 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് പൊതുവേ കൂടുതലും ആനിമൽസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ചില അപ്പിയറൻസും ചില സ്ട്രക്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരുടെ, അതായത് പ്ലാന്റുകളുടെയും മറ്റ് മൈക്രോ ഓർഗാനിസങ്ങളുടെയും ഫംഗസുകളുടെയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിലേ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മൾ +1ലേക്ക് എത്തുമ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പോവാണ്. അതുതന്നെയാണ് നമ്മൾ ബോട്ടണിയിൽ പഠിക്കാനുള്ളത്. ശരിക്കും +1 നമുക്ക് ബയോളജിയിൽ, സുവോളജിയിലും ബോട്ടണിയിലുമായിട്ട് 11, 22 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 60 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാകുക. അതിൽ 30 മാർക്ക് ബോട്ടണിയും 30 മാർക്ക് സുവോളജിയാണ്. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. അപ്പോൾ അതിൽ 30 മാർക്കിനാണ് ഒരു 11 ചാപ്റ്ററിനായിട്ട് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയിൽ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ +1ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് സുവോളജിയിലും അതുപോലെ തന്നെ ബോട്ടണിയിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടണിയിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ബോട്ടണിയിൽ നമ്മൾ +1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് +1ലേക്ക് വരാൻ അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സാണ് ബോട്ടണിയിൽ. ആ 11 ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 2 പ്ലാന്റ് കിങ്ഡം, 3 മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, 4 അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, 5 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, 6 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, 7 ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, 8 മിനറൽ ന്യൂട്രീഷൻ, 9 ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, 10 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, 11 പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള 11 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ജസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രത്യേകതകളൊന്ന് പറഞ്ഞു പോകാം. ആ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ 8th, 9th, 10th പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്ലാസിഫിക്കേഷൻ. 8th നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, തരംതിരിക്കുന്നത് എന്തിന് അല്ലെങ്കിൽ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിങ്ങൾ കാൾ ലിനേസിനെ കുറിച്ച്, ആർച്ച് വിറ്റാക്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ഓർഗാനിസങ്ങളുടെ സയൻറ്റിഫിക് നെയിമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പാൻസിറല്ലിയോ കേട്ടിട്ടുണ്ടാവും, കൊക്കോസ് ന്യൂസിഫറ, മാൻസിഫറ ഇൻഡിക്ക എന്നപോലെ സയൻറ്റിഫിക് നെയിമുകളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വർഗീകരണ തലങ്ങൾ, സ്പീഷ്യസ്, ജീനസ്, ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. പ്രധാനമായിട്ടും അതിനകത്ത് പറയാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗാനിസങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. അവരുടെ സിമിലാരിറ്റീസിൻ്റെയും അവരുടെ ഡിഫറൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഓർഗാനിസങ്ങളെ വ്യത്യസ്ത ക്ലാസ്സുകളിലാക്കി മാറ്റുന്നതാണ്, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. നിങ്ങൾ 2 കിങ്ഡം വർഗീകരണം അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. ലിനേസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ കേട്ടതായിരിക്കും മുമ്പ്. അതുപോലെ തന്നെ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ 5 കിങ്ഡം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർച്ച് വിറ്റാക്കർ ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷനാണ് കിങ്ഡം മൊത്തം ലിവിങ് ഓർഗാനിസങ്ങളെ 5 ഗ്രൂപ്പുകളിലാക്കി മാറ്റി കിങ്ഡം
മൊണീറ കിങ്ഡം, പ്രൊട്ടിസ്റ്റ കിങ്ഡം, ഫഞ്ചൈ കിങ്ഡം, പ്ലാന്റേ കിങ്ഡം, ആനിമാലിയ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഈ മൊത്തം ലിവിങ് ഓർഗാനിസങ്ങളെ വ്യത്യസ്ത ക്ലാസ്സുകളിലാക്കി മാറ്റിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് 5 കിങ്ഡങ്ങളും പഠിക്കാനുണ്ട്. അതുകൂടാതെ ഒരു കിങ്ഡത്തിലും പെടുത്താത്ത ഒരു ഓർഗാനിസത്തെക്കുറിച്ചും, ഓർഗാനിസം എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ബയോളജിക്കൽ പസിൽ എന്ന് വിശേഷിപ്പിക്കുന്ന, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയുണ്ട്. നമുക്ക് ആ ഒരു വൈറസിൻ്റെ കാലവും കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരുപാട് വൈറസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വൈറസ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആ വൈറസ് എന്ന് പറയുന്ന സ്ട്രക്ചറും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ ആ പറഞ്ഞ 5 കിങ്ഡത്തെക്കുറിച്ചും, ആ 5 കിങ്ഡത്തിൽ എല്ലാ കിങ്ഡത്തിൻ്റെയും ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കാര്യമായിട്ട് പറയുന്നുള്ളൂ. അത് ആദ്യത്തെ 3 കിങ്ഡം മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബാക്ടീരിയകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കിങ്ഡമാണ്. ബാക്ടീരിയകളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് നിങ്ങൾ അമീബയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അമീബ, പാരമീസിയം, യൂഗ്ലീന, പ്ലാസ്മോഡിയം പോലുള്ള ഒരുപാട് സൂക്ഷ്മജീവികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ആ ഒരു സൂക്ഷ്മജീവികളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. പിന്നെ നിങ്ങൾ ഫംഗസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഫംഗസ് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ഫംഗസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ബ്രെഡ് മോൾഡ് എന്ന് വിളിക്കുന്ന ഫംഗസ്, പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ്, അതുപോലെ തന്നെ അഗാരിക്കസ് എന്ന് വിളിക്കുന്ന മഷ്റൂം എന്ന് പറയുന്ന ഫംഗസ്, ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ളൊരു ഫംഗസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗസുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് കിങ്ഡം ഫഞ്ചൈൽ. പിന്നെ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമാലിയയും. ആ 2 കിങ്ഡങ്ങളെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ബാക്കി 2 കിങ്ഡങ്ങളെ കുറിച്ച് നമ്മൾ 2 ചാപ്റ്ററിലായിട്ട് പഠിക്കാൻ പോവാണ്. നിങ്ങൾ ബോട്ടണിയുടെ നമ്മുടെ 2nd ചാപ്റ്ററിൻ്റെ പേര് പ്ലാന്റ് കിങ്ഡം എന്നും, സുവോളജിയിൽ നിങ്ങളുടെ 2nd ചാപ്റ്ററിൻ്റെ പേര് ആനിമൽ കിങ്ഡം എന്നുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പറയാനുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിലൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയായിട്ടാണെന്ന് പറയാം. ക്ലിയർ? ഓക്കെ. ഇനി രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് പ്ലാന്റ് കിങ്ഡം. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടണിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പ്ലാന്റുകൾ അറിയാം. നിങ്ങളുടെ പ്ലാന്റുകളുടെ പേര് പറയാൻ ചോദിച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റുകളുടെ പേര് പറയാൻ ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് പ്ലാന്റുകളുടെ പേര് പറയും. പക്ഷേ ആ പറയുന്ന പ്ലാന്റുകളൊക്കെ മിക്കവാറും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകളുടെ പേരായിട്ടായിരിക്കും വരിക. നിങ്ങൾ പറയുമ്പോഴൊക്കെ ഫ്ലവറിങ് പ്ലാന്റ് ആയിരിക്കും. കാരണം ഫ്ലവറിങ് പ്ലാന്റ് മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്, ഒരുപാട് ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട്. ഒരുപാട് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ, കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കടലിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ചെടികളെ കാണാം. ചിലപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകും, ആൽഗകളെന്ന് വിശേഷിപ്പിക്കുന്ന കൂടുതലും കടലിലൊക്കെ കാണുന്ന ചില ചെടികൾ. പിന്നെ അതുകൂടാതെ നിങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരിക്കുന്ന ഒരു കുളത്ത് പോലത്തുള്ളൊരു ചെടി കണ്ടിട്ടുള്ള മഴക്കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ ചെടിയെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു കുളത്ത് പോലെ ആയിട്ട് ഒരു തടിച്ചൊരു സാധനം ഉണ്ടാവും. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത, ഈ ചെടി നമ്മുടെ പ്ലാന്റുകളുടെ കൂട്ടത്തിലെ 2ാമത്തെ വിഭാഗമാണ്. ആൽഗ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ ചെടിയുടെ പേര് ബ്രയോഫൈറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ആൽഗയെക്കുറിച്ച് പഠിക്കണം, ബ്രയോഫൈറ്റിനെ കുറിച്ച് പഠിക്കണം. പിന്നെ നിങ്ങൾ കിണറ്റിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ചില ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കിണറ്റിൻ്റെ സൈഡിലും അതുപോലെ മാവിൻ്റെയൊക്കെ താഴെയായിട്ടൊക്കെ കാണുന്ന ഒരുപാട് ചെടികൾ, നിങ്ങൾ അതിൻ്റെ ഇലയെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചാൽ ഇലയുടെ അതിൻ്റെ അടിയിലുള്ള ഒരുപാട് പൊടി, നമ്മുടെ പൗഡർ പോലത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലാവും. അപ്പം 3ാമത്തെ ഒരു പ്ലാന്റ്, നമ്മുടെ ഫേൺസ് എന്ന് വിളിക്കുന്ന ആ 3ാമത്തെ വിഭാഗമാണ് ടെറഡോഫൈറ്റ്സ്. അതാണ് 3ാമത്തെ പ്ലാന്റ്. പിന്നെ 4ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നീന്ത് അല്ലെങ്കിൽ സൈക്കസ്. അതുപോലെ തന്നെ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് പൈനസ് എന്ന് പറയുന്ന പൈൻ മരങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരം ചെടികളെ ഇവരൊക്കൊന്നും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, പക്ഷേ അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരിലെ നിങ്ങൾക്ക് സീഡുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാതെ സീഡ് ഉണ്ടാകുന്ന അത്തരം ചില ചെടികളുണ്ട്. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന അത്തരം പ്ലാന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ പ്ലാന്റ്. പേര് ജിംനോസ്പേം എന്നാണ്. ബോട്ടണിയിൽ ഈ വർഷം ഒരുപാട് ടേംസ് നിങ്ങൾ കേൾക്കും. ടേംസ് കേൾക്കുമ്പോൾ ബോട്ടണി പ്രയാസമെന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ബോട്ടണിയിൽ ഉണ്ടാകുക. ഓക്കെ, ജിംനോസ്പേം എന്നാണ് പേര്. പിന്നെ അവസാനത്തെ പ്ലാന്റ്, ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്ലാന്റാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളോട് പ്ലാന്റിൻ്റെ പേര് പറയാൻ ചോദിച്ചാൽ നിങ്ങൾ പറയാം ആ പ്ലാന്റിൻ്റെ പേരാണ്. സോ ദാറ്റ് ഈസ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ദാറ്റ് ഈസ് ആൻജിയോസ്പേംസ്, മീൻസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇപ്പോൾ ഈ 5 വിഭാഗം പ്ലാന്റുകളുടെ പേര്, ഈ 5 വിഭാഗം പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മൾ ആ ഒരു പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കാനുള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ദ മോസ്റ്റ് പ്രിമിറ്റീവ് പ്ലാന്റ് ഈസ് ആൽഗെ ആൻഡ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ് ഈസ് ആൻജിയോസ്പേം. ക്ലിയർ? ഇത്രയാണ് നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ റീപ്രൊഡക്ഷനും ഒക്കെ നമുക്ക് അതിനകത്ത് വിശദമായിട്ട് പറയാം. 3rd ചാപ്റ്ററിൻ്റെ പേര് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്നാണ്. കേട്ടിട്ടുണ്ടാകും മോർഫോളജി. Morphology is the branch of biology which deals with the study of external structure of organism.
എക്സ്റ്റേണൽ സ്ട്രക്ചർ, ഒരു ഓർഗാനിസത്തിൻ്റെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. എന്നാൽ ആൻജിയോസ്പേമായ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ പാർട്ടാണ്. ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ പാർട്ടിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ ഉണ്ടാവും? സ്റ്റെം ഉണ്ടാവും, റൂട്ട് ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, വേരുകളുണ്ടാവും, കാണ്ഡം ഉണ്ടാവും, അതുപോലെ തന്നെ ഇലകളുണ്ടാവും. റെഡിയല്ലേ? പിന്നെ ആ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ മെയിനായിട്ട് കാണുന്ന മറ്റൊരു സാധനമാണ് ഫ്ലവർ. കേട്ടിട്ടുണ്ടാവും. അതായത് പൂവുണ്ടാവും, പൂവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കായുണ്ടാവും അല്ലേ, അതിൽ വിത്തുകളുണ്ടാവും. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിക്കൽ ഏരിയ എന്ന് പറയുന്നത്, മോർഫോളജിക്കൽ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെം, ലീഫ്, റൂട്ട്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ്. ഒരു പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഇതിനകത്ത് ചെറിയ ക്ലാസ് കേട്ട ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏകബീജപത്രസസ്യവും ദ്വിബീജപത്രസസ്യവും എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സ്. ഒരു വിത്തിനകത്ത് അതിൻ്റെ ഭ്രൂണത്തെ, അതായത് എംബ്രിയോയെ പൊതിഞ്ഞുകൊണ്ട് 2 കോട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. അത് ഒന്നേ ഉള്ളൂ എങ്കിൽ അത് മോണോക്കോട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ ഒരു പയറൊക്കെ മുളച്ച് വരുന്ന സമയത്ത് ഒരു 2 സാധനം ഇങ്ങനെ ഇതളുകളായിട്ട് തുറന്നു വരും. അപ്പോൾ ആ പയറുകൾ അല്ലെങ്കിൽ ഈ കടലയൊക്കെ തുറന്നാൽ നിങ്ങൾക്ക് 2 കിട്ടും അല്ലേ. അതുപോലെ തന്നെ നിലക്കടലയൊക്കെ നിങ്ങൾ പൊളിച്ചെടുത്ത് നിങ്ങൾക്ക് 2 കാണാൻ പറ്റും. ഇതൊക്കെ അതാണ് അതിൻ്റെ കോട്ടിലിഡൺ അല്ലെങ്കിൽ കോട്ട് എന്ന് പറയാം. അപ്പം ഇത്ര 2 കാണുന്ന പ്ലാന്റുകളൊക്കെ ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. സീഡിനകത്ത് എംബ്രിയോക്കകത്ത് എംബ്രിയോ ഹാവിംഗ് 2 കോട്ടിലിഡൺസ്, ദാറ്റ് പ്ലാന്റ് ഈസ് കോൾഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ആൻഡ് എംബ്രിയോ ഹാവിംഗ് ഓൺലി 1 കോട്ടിലിഡൺ, ദാറ്റ് ഈസ് മോണോക്കോട്ട്. അപ്പോൾ ഇത്തരം 2 പ്ലാന്റുകളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പറയും. ഓക്കെ, അപ്പോൾ ഇത്തരം പ്ലാന്റുകളുടെ മോർഫോളജിയാണ് അതിൻ്റെ വേരിൻ്റെയും അതിൻ്റെ കാണ്ഡത്തിൻ്റെയും ഇലകളുടെയും പൂവിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ വളരെ വിശദമായിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ വിശദീകരിക്കാം. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്റർ, നമ്മുടെ പുറം ഭാഗത്തെ മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് ആന്തരഭാഗങ്ങളെക്കുറിച്ച് പഠിക്കണം. നമ്മൾ ആനിമൽസിൻ്റെ ആന്തരഘടനയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ 8ലും 9ലും 10ലും ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരഭാഗത്തിൽ ഒരുപാട് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് കേട്ടിട്ടുണ്ടാവും, മസ്കുലർ ടിഷ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ബോൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മുമ്പ് എത്ര ബോൺ ഉണ്ടെന്നും അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ടുണ്ട്. മസിൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിക്കകത്തുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച്, സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ച് അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ 8, 9, 10 പഠിച്ചതാണ്. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന ഒരു പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 8ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ തന്നെ നിങ്ങൾ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിക്വിഡ് ചാമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്ലാന്റിൻ്റെ സെക്ഷൻ എടുക്കുന്ന മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു പ്ലാന്റിൻ്റെ സെക്ഷൻ എങ്ങനെ എടുക്കുന്നതും ആ സെക്ഷൻ എടുത്ത പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെ ഭാഗങ്ങൾ കാണുന്നു എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. 9ലും 8ലും ഒക്കെ ആയിട്ട് നിങ്ങൾ ആ ടിഷ്യൂസിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകും. മെരിസ്റ്റം എന്ന് പറയുന്ന ടിഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ 9ൽ അവസാനത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂസായ പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം ഇതൊക്കെ നമ്മൾ 8ൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ടിഷ്യൂസിനെ കുറിച്ച്, മെരിസ്റ്റമിലെ കോശങ്ങളുടെ ധർമ്മം, മെരിസ്റ്റം സെൽസിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു എങ്ങനെയാണ് അത് ഗ്രോത്ത് കണ്ടക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം കേട്ടിട്ടുണ്ടാവും. ഇത്തരം ടിഷ്യൂസും അതിൻ്റെ വാട്ടർ കണ്ടക്റ്റിംഗ് ടിഷ്യൂസായ സൈലം, ഫ്ലോയം ഇതിനൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ആ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കാനുള്ള ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ആ ചാപ്റ്ററിൻ്റെ പേരാണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്. അതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിനകത്തൊരു പ്ലാന്റിൻ്റെ പ്രൈമറി സ്ട്രക്ചർ, അതുപോലെ തന്നെ ഒരു പ്ലാന്റ് എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ ഗർത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമ്മൾ ഈ വർഷം പഠിക്കും. എല്ലാ ടിഷ്യൂസിൻ്റെയും ഫംഗ്ഷൻസ്, മെരിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ്. നമ്മുടെ 8ൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു, ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിക്വിഡ് ചാമ്പേഴ്സ്. ആ ലിക്വിഡ് ചാമ്പറായിട്ട് വിശേഷിപ്പിച്ചത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ സെല്ലിനെ കുറിച്ചാണ്. വട്ട് ഈസ് സെൽ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്താണ് കോശം? The cell is the basic structural and functional unit of life. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചത് കോശങ്ങളെ കൊണ്ടാണ്. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പേര് പഠിച്ചിട്ടുണ്ടാകും. റോബർട്ട് ഹൂക്ക് ഡിസ്കവേർഡ് ദ ഫസ്റ്റ് സെൽ, കേട്ടിട്ടുണ്ടല്ലോ. സോ ആന്റൺ വാൻ ലീവൻഹൂക്ക്, ആ ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ലിവിങ് സെല്ലിനെ കണ്ടെത്തുന്നത്. നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ച കുറേ സയൻറ്റിസ്റ്റുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റോബർട്ട് ഹൂക്ക്, ആന്റൺ വാൻ ലീവൻഹൂക്ക്, റുഡോൾഫ് വിർഷോ, എം.ജെ. സ്ലീഡർ, തിയോഡർ ഷ്വാൻ, റോബർട്ട് ബ്രൗൺ, ഇങ്ങനെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പേര് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. സെൽ തിയറിയും പഠിക്കാനുണ്ട്. കോശ സിദ്ധാന്തം കേട്ടിട്ടുണ്ടാകും. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചത് കോശങ്ങളെ കൊണ്ടാണെന്നാണ് കോശ സിദ്ധാന്തത്തിൽ പറയുന്നത്. നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട് സെൽ തിയറി. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോശ സിദ്ധാന്തമൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കും. അതുകൂടാതെ അതിനകത്ത് പഠിക്കുന്ന മറ്റൊരു സാധനങ്ങളാണ് ഒരുപാട് പ്രൊകാരിയോട്ടിക് സെല്ല്, യൂക്കാരിയോട്ടിക് സെല്ല്. എന്താണ് പ്രൊകാരിയോട്ട്, യൂക്കാരിയോട്ട് എന്നുള്ളത് നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഒക്കെയുള്ള സെല്ലിനെ യൂക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കും. ഒരു മെംബ്രെയിൻ ബോർഡ് സെൽ ഓർഗനൽസ് ഒക്കെ ആ ഒരു സെല്ലിലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് മാത്രം കാണുന്ന ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെയാണ് പൊതുവെ നമ്മൾ പ്രൊകാരിയോട്ട് എന്ന് വിളിക്കുക. പ്രൊകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളുടെ ബോഡിയൊക്കെ പ്രൊകാരിയോട്ടുകളാണ്, ബാക്ടീരിയ ഒക്കെ പ്രൊകാരിയോട്ടിക് സെല്ലുകളാണ്. അപ്പോൾ അത്തരം പ്രൊകാരിയോട്ടിക് സെല്ലുകളും യൂക്കാരിയോട്ടിക് സെല്ലുകളും പഠിക്കുന്നുണ്ട്. ഈ രണ്ട് സെല്ലും ആ രണ്ട് സെല്ലിനകത്തുള്ള സെൽ ഓർഗനൽസും കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ലൈസോസോം, ഇങ്ങനെയുള്ള ഒരുപാട് സെൽ ഓർഗനൽസ്, ന്യൂക്ലിയസ്, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്, ക്രോമസോംസ്, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടതാണ്. ആ കേട്ട സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ വിശദമായ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ സെൽ ഓർഗനൽസിൻ്റെ ഫങ്ഷൻസ് ചെറിയ ക്ലാസ് പഠിച്ചതാണ്. അതായത് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് റൈബോസോം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത് മൈറ്റോകോൺട്രിയ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടാകും. ഒരു പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന, പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, നമ്മുടെ 6th ചാപ്റ്ററിൻ്റെ പേര് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നിങ്ങൾ കേട്ട ഭാഗങ്ങൾ 9th പഠിച്ചിരിക്കുന്നത്, സെൽ സൈക്കിളും സെൽ ഡിവിഷനും. നമ്മുടെ ഒരു സെല്ല് നോർമലായുള്ള നമ്മുടെ മോസ്റ്റ് ഓഫ് ദി സെൽസിൻ്റെയും ഒരു ആയുസ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെല്ല് നേരെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെല്ലായിട്ട് മാറും. ഈ 2 ഡോട്ടർ സെല്ല് വീണ്ടും മെച്ചുറാവും. വീണ്ടും മെച്ചുറായിട്ട് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കഴിയും. അടുത്ത 24 മണിക്കൂറാകുമ്പോഴേക്ക് ആ ഡോട്ടർ സെല്ല് വീണ്ടും മെച്ചുറായിട്ട് അതേ വലിപ്പത്തിലായിട്ടുണ്ടാവും. അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഡോട്ടർ സെല്ലായിട്ട് മാറും. സോ 24 മണിക്കൂറിനിടയിൽ നമ്മുടെ സെല്ലിനകത്ത് നടക്കുന്ന ഈ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സെൽസ് ലീഡിങ് ടു സെൽ ഡിവിഷൻ, ദാറ്റ് ഈസ് കോൾഡ് സെൽ സൈക്കിൾ. ആ സെൽ സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ ആ ചാപ്റ്റർ തുടക്കത്തിൽ പഠിക്കുന്നത്. ആ സെൽ സൈക്കിളിൽ ഒരു സെല്ലിനകത്ത് നടക്കുന്ന എല്ലാവിധ മാറ്റങ്ങളും പഠിക്കാനുണ്ട്. അതിനുശേഷം ആ സെൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ലായിട്ട് മാറാം. സോ ദർ ആർ 2 types ഓഫ് സെൽ ഡിവിഷൻ പ്രസന്റ് ഇൻ എൻ ഓർഗാനിസം, ദാറ്റ് ഈസ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ചെറിയ ക്ലാസ്സിൽ മലയാളം എടുത്ത് കേട്ട ആൾക്കാർ പഠിച്ചിട്ടുണ്ടാകണം. ക്രമഭംഗം, ഊനഭംഗം. സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നടക്കുന്ന കോശ വിഭജനം ഏതാണെന്ന് ചോദിച്ചാൽ, സെൽ ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മൈറ്റോസിസ് ആണ്. എന്നാൽ സാധാരണ രീതിയിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടി നടക്കുന്ന, അതായത് റീപ്രൊഡക്ഷന് വേണ്ടി നടക്കുന്ന കോശ വിഭജനം ഏതാണെന്ന് ചോദിച്ചാൽ മിയോസിസുമാണ്. ഈ 2 കോശ വിഭജനത്തെക്കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നൊരു ടേം ഉണ്ട്, നമ്മുടെ ബോട്ടണിയിൽ +1 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊരു ടേമാണ് ഹാപ്ലോയിഡ് സെല്ല്, ഡിപ്ലോയിഡ് സെല്ല്. ചെറിയ ക്ലാസ്സിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അത് ചെറിയൊരു സംശയങ്ങളും ഉണ്ടാവണം. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ പ്രത്യേകത ജസ്റ്റ് ചെയ്യാനെന്ന് പറയാം. ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽ. ഹാപ്ലോയിഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ചോ, ഒരു ഹാപ്ലോയിഡ് സെല്ലും ഒരു ഡിപ്ലോയിഡ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകൾ ഉണ്ടാവും. നമ്മുടെ ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് 46 ക്രോമസോം ഉണ്ടെന്നാണ്. 23 ജോഡികളായിട്ട് 46 ക്രോമസോമുകളാണ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക. അതിൽ നമ്മുടെ 23 ക്രോമസോമിനെ, ഇതിപ്പോൾ 23 വിചാരിച്ചു, 23. അതുപോലെ തന്നെ ആ സെല്ലിൽ വേറൊരു 23 ക്രോമസോമുകളും കൂടി ഉണ്ടാകും. അപ്പോൾ മൊത്തം 46. ഇതൊരു 23, ഇതൊരു 23. അപ്പോൾ മൊത്തം 46. ഈ 23 ക്രോമസോമിനെ ഒരു സെറ്റ് എന്ന് വിളിക്കാം. അടുത്ത 23നെ വേറൊരു സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സെല്ലിനകത്ത് ഈ 2 സെറ്റ് ക്രോമസോമുകളും ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്തുണ്ടെങ്കിൽ ആ സെല്ലിനെയാണ് പൊതുവെ നമ്മൾ ഡിപ്ലോയിഡ് സെൽ എന്ന് വിളിക്കുക. ഡിപ്ലോയിഡ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെറ്ററാണ് 2n എന്നാണ് നമ്മൾ പൊതുവേ അതിനുപയോഗിക്കുക. അപ്പോൾ 2n എന്ന് പറയുന്ന സെല്ല് ഒരു ഡിപ്ലോയിഡ് സെല്ലായിരിക്കും. സോ ദ സെൽ ഹാവിങ് 2 സെറ്റ്സ് ഓഫ് ക്രോമസോം. ഇനി നമ്മളൊരു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 46 ക്രോമസോമാണ് നമ്മുടെ സെല്ലിലുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഗാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പേമും ഓവവും പഠിച്ചിട്ടുണ്ടാവും. ഒരു സ്പേം ഉണ്ടാകുന്ന സമയത്ത് സ്പേമിനകത്ത് ഒരിക്കലും 46 ക്രോമസോം ഉണ്ടാവില്ല, 23 ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്പേമിനകത്ത് ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഒരു സെറ്റ് ക്രോമസോം മാത്രം കാണുന്ന ഇത്തരം സെല്ലുകളെയാണ് പൊതുവേ നമ്മൾ ഹാപ്ലോയിഡ് സെൽ എന്ന് വിളിക്കുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യുക പൊതുവേ നമ്മൾ സ്മോൾ ലെറ്റർ n മാത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഓർമ്മിക്കുക, n മീൻസ് ദ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം, ദ സെൽ ഹാവിംഗ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോം, ദാറ്റ് സെൽ ഈസ് കോൾഡ് ഹാപ്ലോയിഡ് സെൽ. ഇത്തരം ഹാപ്ലോയിഡ് സെല്ല് മാത്രം കാണുന്ന ഓർഗാനിസങ്ങളുണ്ട്. അത്തരം ഓർഗാനിസങ്ങളെയൊക്കെ നമ്മൾ ഹാപ്ലോയിഡ് ഓർഗാനിസങ്ങൾ എന്നാണ് വിളിക്കുക. ഹാപ്ലോയിഡ് ഓർഗാനിസം. മോസ്റ്റ് ഓഫ് ദി ആൽഗെ ആർ ഹാപ്ലോയിഡ് ഓർഗാനിസംസ്. ആൽഗയുടെ ഒക്കെ ബോഡിയിൽ നോർമലായിട്ട് ബോഡി സെല്ലുകളൊക്കെ ഹാപ്ലോയിഡാണ്. ഓക്കെ, ഇനി ഡിപ്ലോയിഡ് സെല്ല് കാണുന്ന ഓർഗാനിസങ്ങളെ നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് എന്ന് വിളിക്കും. നമ്മളൊക്കെ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. നമ്മുടെ ഏത് ബോഡി സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് 2 സെറ്റ് ക്രോമസോം ഉണ്ടാകും. ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. നമ്മുടെ ഈ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിനകത്ത് ഉണ്ടാകുന്ന ഗാമേറ്റുകൾ മാത്രമേ ഹാപ്ലോയിഡായിട്ട് മാറാറുള്ളൂ. അപ്പോൾ ഈ 2 സെല്ലുകളെക്കുറിച്ച് നമ്മൾ +1 പല ഭാഗങ്ങളിൽ കേൾക്കും. അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ തീർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ +1 പ്രധാനപ്പെട്ട ആദ്യത്തെ 6 ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കുക. ബാക്കി അടുത്ത 5 ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ 5 ഞാനിപ്പോൾ പറഞ്ഞ 6 ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി നമുക്കൊരു 5 ചാപ്റ്ററും കൂടിയുണ്ട്. ആ 5 ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഏരിയ ആണ്. പ്ലാന്റ് ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെ കുറിച്ചാണ്. പ്ലാന്റിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.